നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ജയസൂര്യയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പം ജയനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ജയൻ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ പഴയൊരു ബന്ധം മറന്നുപോയി മീൻസ് 20 വർഷം കഴിഞ്ഞൊരു ബന്ധമാണ്. അതായത് ആദ്യമായിട്ട് ജയസൂര്യയുടെ വാഹനങ്ങളുടെ ഒരു അന്ന് നമുക്ക് മാഗസിനാണ്, അതിലൊരു ഒരു ഫീച്ചർ ചെയ്തത് ഞാനാണ്. അന്ന് ശിവക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ആക്സിഡന്റ് ആയിരുന്നു. ആക്സിഡന്റ് 20 വർഷം മുമ്പ് നമുക്ക് മറക്കാൻ പറ്റിയല്ലോ. കാരണം അതിനുശേഷം നമ്മളിങ്ങനെ ജയന്റെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ രമേഷ് കോട്ടക്കല് ക്യാമറ പറഞ്ഞപ്പോഴാണ്. അതെ, അതിനുശേഷം വലിയൊരു വളർച്ചയാണ് ജയന്റെ ജീവിതത്തിലുണ്ടായത്. നമ്മൾക്ക് ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചൊരു ചോക്ലേറ്റ് നായകനായിട്ട് അങ്ങനെ തുടരുമെന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ഗംഭീരമായ സിനിമകളിലൂടെ വളരെ പരുക്കൻ വേഷങ്ങളും എല്ലാം ഇണങ്ങുമെന്ന് തെളിയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമ, ഒന്ന് നമ്മുടെ അതായിരുന്നു ഇയ്യോബിന്റെ പുസ്തകം, മറ്റൊന്ന് എഴുന്നേറ്റ് നിൽക്കാതെ അഭിനയിച്ച സിനിമ ബ്യൂട്ടിഫുൾ. അതിൻ്റെ അകത്ത് മുഖം കൊണ്ടുള്ള അഭിനയം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു. അതിനുശേഷം ഇഷ്ടംപോലെ സിനിമകൾ വന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് ആട് ആണ്. എൻ്റെ വീട്ടിലെ പ്രശ്നം വെച്ചാൽ ഞാൻ ഈ ആട് 1ഉം 2ഉം 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ടി വി വരുമ്പോൾ ഞാനത് വെച്ചുകൊണ്ടിരിക്കും. എൻ്റെ മോള് ഇന്നിനി നോക്കണ്ട, ഇനിയും കാണും എന്ന് പറയുന്ന രീതിയിലാണ് ആടിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കാൻ പോകുന്ന ആട് 3ന്റെ വിശേഷങ്ങളാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഇത് ബാഹുബലിയുടെ പോസ്റ്ററാണ്, യുദ്ധവും വെടിയും പുകയൊക്കെ. ആട് വിട്ടുപോകുന്നോ? ആടിൻ്റെ പഴയ വിട്ടുപോയതല്ല വെച്ചിട്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആട് 1ഉം ആട് 2വിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം പറയുന്നുണ്ട് ആട് 3. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മിക്സിങ് വന്നിരിക്കുന്നതെന്ന് സിനിമ കണ്ടാലേ മനസ്സിലാവുന്നുണ്ട്. എനിക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഷാജി പാപ്പൻ എന്തായാലും ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ പ്രസന്റ് ടൈം ലൈൻ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ബാഹുബലി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് എന്നുള്ളത് അതൊരു പുതിയ ഒരു കാഴ്ചയായിരിക്കും. കാരണം അത് ഇതുവരെ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. മേ ബി തെലുങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അത് അങ്ങനെ രസമായിട്ടാണ് മിഥുൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഗംഭീര സെറ്റൊക്കെ ആയിരുന്നു. അതെ, കാരണം എന്ന് വെച്ചാൽ ആട് 1ഉം ആട് 2ഉം ചെയ്തത് വിജയ് ആണല്ലോ. അപ്പൊ ആട് 2ലേക്ക് ആട് 3ലേക്ക് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര വലിയ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരാളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കും ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിനിമയിൽ അത്യാവശ്യം എന്താ പറയുക, നല്ല സിനിമകളുടെ എടുത്ത് പരിചയമുള്ളൊരു വ്യക്തിയാണ് വേണിച്ചേട്ടൻ. വേണിച്ചേട്ടൻ അങ്ങനെ ഇങ്ങനെ സിനിമ ഓക്കെ എന്നാൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇമോഷണൽ ഡിസിഷൻ എടുക്കുന്ന ആളല്ല. കാരണം മൂപ്പര് കഥ കേട്ട് വായിച്ച് ഇഷ്ടപ്പെടാതെ ഒരു സിനിമ ചെയ്തു. ഇപ്പോൾ 2018 ആണെങ്കിൽ രേഖാചിത്രമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ മൂപ്പര് ഇത് സ്ക്രിപ്റ്റ് വായിക്കുകയും എക്സൈറ്റഡ് ആകുകയും അങ്ങനെയാണ് വേണിച്ചേട്ടനും ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സിനിമ അങ്ങോട്ട് വലുതായി. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതും എന്താ പറയാ, അഖിൽ ജോർജ് 2018 ആണ്, അനീസ് നാടോടി, സ്റ്റെഫി, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ എന്റെ വൈഫ് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്, ഷാൻ റഹ്മാൻ, അങ്ങനെ ഒരു പിടി നല്ല ആളുകളും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രൊജക്ട് അത് ആയിട്ടുള്ളത്. എങ്കിലും കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ നാടൻ അത് മാറ്റാൻ പറ്റില്ല വെച്ചിട്ട്. കാരണം അത് ഇപ്പോൾ ഷാജി പാപ്പൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലൈസൻസ് ഇല്ലല്ലോ. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലൈസൻസിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള തമാശകളും കാര്യങ്ങളും. പക്ഷേ ഈ ആട് 1ഉം ആട് 2വിൽ നിന്നും തമാശകളും ഈ പറഞ്ഞ ഒരുപാട് തമാശ ഒന്നും മാറിയിട്ടുണ്ട് അല്ലേ, തമാശയുടെ രീതി ഒന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് വെച്ചിട്ടും കൂടിയാണ് 3ലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനെപ്പോഴും ഈ ആട് 2 കാണുമ്പോൾ ആലോചിക്കും, അതിൻ്റെ അകത്തൊരു ഒരു വാചകമുണ്ട്. അതായത് ഈ അമ്മയും മോനും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു തിരശ്ശീലയുടെ ബാക്കിൽ നിഴലാണ്. ഇതെന്താ കാക്കാരിശ് നാടകം? അത് ശരിക്കും മിഥുൻ അല്ല ധർമ്മരചന പറയണ അത് ശരിക്കും പറഞ്ഞാൽ ഈ സംവിധായകൻ ഒരു വായനയുടെ ഒക്കെ ഒരു സാധനമാണത്. പക്ഷെ അതിപ്പോ പുതിയ തലമുറയുടെ കാക്കാരിശ് നാടകവും എന്നുവെച്ചാലേ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അപ്പൊ അത്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പഴയ തമാശ എടുത്ത് പ്രയോഗിച്ചാലും കാര്യമൊന്നുമില്ല. ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിരിക്കുന്നുള്ളതിൽ കവിഞ്ഞ് തീർച്ചയായിട്ടും വരും. അപ്പം ആട് 19 റിലീസ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും കാണണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം എല്ലാവരും കാണണമെന്നുള്ള ആരും സംശയമില്ല. എങ്കിലും ആട് 1ഉം 2ഉം കഴിഞ്ഞ് 3ലേക്ക് എത്തിയപ്പം എന്തൊരു വലിയ മാറ്റം തോന്നിയത്? വലിയ മാറ്റം ഈ പറഞ്ഞതുപോലെ ആംബിയൻസ് വൈസ് നന്നായിട്ട് മാറി. പിന്നെ വേറൊരു കാര്യം പറയണമെങ്കിൽ ആട് 1നും ആട് 2നും ശേഷം ഈ വ്യക്തികൾ കുറേ സിനിമകൾ ചെയ്തിട്ടാണല്ലോ വരുന്നത്.
ആ ഒരു മാറ്റം നമുക്ക് ആ എക്സ്പീരിയൻസിന്റെ ഒരു മാറ്റം ഉണ്ട്. അതായത് ജീവിതത്തിനെ കാണുന്ന കാഴ്ചപ്പാടാണെങ്കിലും സിനിമയെ കാണുന്ന കാഴ്ചപ്പാടാണെങ്കിലും പണ്ട് ഒരാൾ ഒരു ക്യാരക്ടറിനെ റിസീവ് ചെയ്തിരുന്ന രീതിക്കായിരിക്കില്ല, അല്ലെങ്കിൽ ഇമോട്ട് ചെയ്തിരുന്ന രീതിയിലായിരിക്കില്ല അയാൾ ഇന്ന് അതിനെ ചിലപ്പോൾ കാണുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു തെളിഞ്ഞ അവസ്ഥ എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഈ പറഞ്ഞ മൊത്തത്തിൽ അപ്പ് ചെയ്തിട്ടുണ്ടാവും. അതെ അതെ, എല്ലാവർക്കും കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ വേറൊരു കാര്യം എനിക്ക് തോന്നിക്കുന്നത് ആടിൽ ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ട്. അതായത് ഓരോ ക്യാരക്ടർ എടുത്ത് വേണം ഓരോ സിനിമ ചെയ്യാം. അതെ അതെ അതെ, ആ രീതിയിലുണ്ട്. അതൊക്കെ തന്നെ ഇതിലും ആവർത്തിച്ച് അങ്ങനെയൊക്കെ തന്നെയാണോ വരുന്നത്? എല്ലാ കഥാപാത്രത്തിനും എനിക്ക് തോന്നുന്ന ആ വ്യക്തിത്വം വന്നത് തന്നെ ആ മ്യൂസിക് വന്നതിന്റെ പേരിലായിരിക്കും വായിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിന് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന മ്യൂസിക് ഉണ്ട്. അത് ഭയങ്കര റയറായിട്ടാണ് സംഭവിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു നായകനും വില്ലനും മാത്രമായിരിക്കും ചിലപ്പോൾ അത്. ഇതിലെല്ലാ കഥാപാത്രങ്ങൾക്കും അത് ഷാൻ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു കാര്യം. അത് ജനങ്ങൾ എല്ലാവരും അക്സെപ്റ്റും ചെയ്തു. എല്ലാവരും ചില വ്യക്തികൾക്ക് ഓരോ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമല്ല. നമുക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ അറിയാം ഏതാ ക്യാരക്ടർ. അതെ അതെ, കറക്റ്റ്. സിനിമ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറക്കലബൂനൊക്കെ സൈജുവിനൊക്കെ ഭീകരനായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ ഇനി അടുത്തൊരു ഗംഭീര സാധനം വരികയാണല്ലോ, കത്തനാർ. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ഈ കത്തനാർ എന്ന് പറയുന്നത് പണ്ട് പ്രേം നസീർ തൊട്ട് നമ്മൾ കണ്ടു, പിന്നെ സീരിയലുകൾ വന്നു, അങ്ങനെ കുറെ വന്നിട്ട് ഇനി എന്താണ് പുതുതായിട്ട് പറയാനുള്ളത് കത്തനാരെ പറ്റി? അത് വായിച്ചോട്ടോ, അത് ഇതിനകത്ത് ഇങ്ങനെ നമുക്കൊരു വലിയ കാര്യമായിട്ടുള്ളൊരു എപ്പിസോഡായിട്ട് തന്നെ പറയാൻ തോന്നുന്നു. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച ഒരു കത്തനാരായിരിക്കില്ല ഇത്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് റോജിൻ അത് എടുത്തിട്ടുള്ളത്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണി ആയിരുന്നു. 4-5 വർഷം അതിനുവേണ്ടി, ഒരു 3-4 വർഷം അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു അത്. റോജിൻ ഈ ഹോം എന്ന് പറയുന്ന സിനിമ, മങ്കിപ്പൻ അറിയാലോ, മങ്കിപ്പൻ നമുക്ക് അവൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴാണ്, അവൻ്റെ ഫസ്റ്റ് ഫിലിം അതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ മങ്കിപ്പൻ ചെയ്ത പയ്യൻ കത്തനാറിലേക്ക് എത്തി നിന്നിട്ട് അതിൽ വെക്കുന്ന ഫ്രെയിമും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്രയേറെ വിഷനുള്ള ഒരു സംവിധായകനാണോ അവനെന്നുള്ള ഒരു ഭയങ്കര സന്തോഷം തോന്നിയത്. അത് രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. പിന്നെ അതൊരു വലിയ സിനിമ, ഇത്രയും വർഷം മുമ്പ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതൊരു വലിയ സിനിമയാണല്ലോ. അത് ഗോകുലൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം അത് ഉണ്ടായതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇതായിട്ട് നട്ടലായിട്ട് നിന്നിട്ടുള്ള കൃഷ്ണമൂർത്തി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവരൊരു ടീമുണ്ട്, റോജിനും രാഹുല് പിന്നെ നീല്, അവരുടെ ഭയങ്കര രസമുള്ളൊരു ടീമാണ്. അപ്പം അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളും ഇങ്ങനെ എനർജൈസ്ഡ് ആവും. ഭയങ്കര രസമുള്ള രാമാനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഒരു എന്താ പറയുക ബ്രദർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു, ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാ സിനിമയിലും ഈ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അത് ചേട്ടാ, അത് വർക്ക് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമയോടുള്ള സ്നേഹം, ആ എക്സൈറ്റ്മെന്റ് കാരണമാണല്ലോ വർക്ക് ചെയ്യുന്നതിന്. പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉഴപ്പും പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കും ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടും. ആ ഉഴപ്പ് ആരുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ അത് ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലാണ്. ആ എക്സൈറ്റ്മെന്റ് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇത് എൻ്റെ സിനിമയാണ് എന്നുള്ള ഭാവം ആർക്കെങ്കിലും വന്നു, അത് ആക്ടർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും പ്രൊഡ്യൂസർക്കാണെങ്കിലും ആ ഒരു ഈഗോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പടം വരച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, ഇത് ഞാൻ വരച്ച പടമാണ്, അത് അയാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സിനിമ, മ്യൂസിക് എന്തുമായിക്കോട്ടെ അതൊരു കൂട്ടായ കാര്യമാണ്. അതിൽ ഞാനാണ് ഏറ്റവും വലിയവനെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാണെങ്കിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ, സെറ്റിൽ ആർക്കെങ്കിലും വന്നാൽ മതി, അത് പിന്നെ അതൊരു വല്ലാത്തൊരു ഇതാവും. ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രോസസ്. അതുപോലെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ 18-ാം തീയതി ഉറങ്ങുമോ? അയ്യോ, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. തലേദിവസം നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കും, എന്താണ് എല്ലാം ഓക്കെ ആണോ മറ്റേത് മറിച്ചത്. അത് കഴിയുമ്പോഴത്തേക്കും അതൊന്നും പിന്നെ അങ്ങനെ പരാജയങ്ങൾ എങ്ങനെ കാണുന്നത്? ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ആകുന്നില്ല. രണ്ടും എന്നെ അങ്ങനെ ബാധിക്കാറില്ല വായിച്ചിട്ടാ. കാരണം ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചു, ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയാലും എൻ്റെ ഇമോഷണൽ ലെവൽ ഒന്ന് തന്നെയായിരിക്കും. പരാജയപ്പെട്ടു പോയി, അത് അതിനകത്ത് ഇമോഷണൽ ലെവൽ ഒരുപോലെ തന്നെ ആയിരിക്കും. കാരണം വിജയിക്കുന്ന സിനിമയ്ക്കാണെങ്കിലും പരാജയപ്പെടുന്ന സിനിമയ്ക്കാണെങ്കിലും ഇടുന്ന എഫേർട്ട് ഒന്ന് തന്നെ, ആ സിൻസിയറായിട്ട് തന്നെയല്ലേ നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ബാധിക്കാറില്ല. ഈ ആടിൻ്റെ അടുത്ത് എത്ര കാലം ഉണ്ടായിരുന്നു ഷൂട്ട്? ഒരു 8-9 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മലമ്പുഴയിലായിരുന്നു. പല സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങിപ്പോയി, മഴ കാര്യങ്ങൾ എല്ലാം വന്നിട്ടേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ തെറ്റിപ്പോകുമല്ലോ കേട്ടോ. നമ്മളൊരു പുഴയുടെ തീരത്ത് നിന്ന് കഴിക്കുമ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞാൽ ഭീകര മഴ, ആ ഏരിയയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആട് നമ്മൾ തമാശയ്ക്ക് പറയും, ഇത് സഹാറ മരുഭൂമി കൊണ്ടുവച്ചാലും മഴയായിരിക്കും. കാരണം ആട് ഫസ്റ്റിനും ആട് 2-നും ഒക്കെ മഴ തന്നെയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിലുണ്ടോ നമ്മുടെ വാൻ?
കറങ്ങി തിരിഞ്ഞ് ബൈച്ചേട്ടൻ എന്താ അവിടെ വരാത്തേത് ആലോചിക്കായിരുന്നു ഷാജി പാപ്പന്റെ അല്ലെ വണ്ടിയിലേക്ക്. അതുണ്ട്, അതില്ലാതെ പറ്റില്ലല്ലോ. കാരണം അതില് എനിക്ക് തോന്നിയത് അതിലെ എല്ലാ കഥാപാത്രങ്ങളിലെ എല്ലാ പ്രോപ്പർട്ടീസും വരെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയാണെങ്കിലും ശരി, ആടും ആടിവിടെ പാപ്പാനെ ചോദിക്കും, എന്റെ അതിന്റെ റെഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോ അതിന്റെ വീടാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാ കഥാപാത്രങ്ങളും ജനങ്ങൾക്ക് ഭയങ്കര അവരുടെ ഭയങ്കര രസമുള്ള ബന്ധമാണ്. അതെ. അപ്പൊ ഇനി ആട് 4 ഉണ്ടാവോ? എന്താണ് ഇതിന്റെ ഒരു അല്ല, ആട് 4ലേക്ക് ഇനിയിപ്പോൾ ചിന്ത ഉണ്ടല്ലോ തീർച്ചയായിട്ടും. പിന്നെ കാരണം ആട് അത് അയ്യോ ദൈവമേ, അത് സിനിമ കണ്ടേ ഹലോ ഹിപ്നോട്ടൈസ് ചെയ്തല്ലേ എടുത്തോണ്ട് പോകാനല്ലേ. എന്തായാലും ഈ ജയസൂര്യയുടെ വളർച്ച നമുക്ക് വളരെ സന്തോഷത്തോടെ കാണുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയസൂര്യ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വളർച്ച എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും പണ്ട് ഈ പറഞ്ഞ മിമിക്രി അവതരിപ്പിച്ചു നടന്നത്, പിന്നെ ജഗതി വേഴ്സസ് ജഗതി ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സിനിമ നടനാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മലയാളികളുടെ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളാകുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ചേട്ടാ ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ കിട്ടണമെന്നുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഞാനത് പണ്ടത്തെ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുണ്ട്, അവരടുത്ത് ശകുന്തള എന്ന പേര്. ചേച്ചിക്കൊക്കെ ആയിരുന്നു നമ്മളെ കുറിച്ച് വിശ്വാസം. എനിക്ക് ജയൻ നോക്കിയോ, ജയൻ സിനിമാ നടനൊക്കെ ആയിട്ട് ഇവിടെ നിന്നൊക്കെ വിറ്റൊക്കെ പോകും. ചേച്ചി എപ്പോൾ കാണുമ്പോഴും പറയും എനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ശകുന്തള ചേച്ചിയുടെ നാവ് പെണ്ണാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ചുറ്റുപാടുള്ള ആളുകൾ, ഇപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സുജീഷ്, അപ്പൊ അവൻ പറയും എടാ നീ നിന്റെ മിമിക്രിയും പരിപാടിയൊക്കെ ഉള്ളടാ, നീ രക്ഷപ്പെടൂടാ മറ്റേത് മറിച്ചത്. പക്ഷെ അപ്പോഴും എങ്ങനെയാ നമ്മുടെ ആളുകൾ നമ്മളെപ്പോഴും വില കുറച്ചില്ലേ കാണുള്ളൂ. അപ്പോൾ അതിലൂടെ രൂപപ്പെട്ട ഒരു 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 എന്താ പറയുക, നമ്മളെ കുറിച്ചുള്ള ഒരു ചിന്തയൊക്കെ വരുന്നത് അവരും കൂടി പറഞ്ഞതിന് ശേഷമാണല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ പിള്ളേരെ നീയൊക്കെ എന്തെങ്കിലും മിമിക്രി കളിച്ച് നടക്കണേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എങ്കിലും നിർത്താൻ തോന്നിയിട്ടില്ല. എന്തോ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു ചിന്തയും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മിമിക്രിയും അതേസമയം ഡബ്ബിങ്ങും ആങ്കറിങ്ങും എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാമായിട്ട് നടന്നിരുന്നത്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹിച്ച് ദൈവം എപ്പോഴോ ഒരു കണ്ണു തുറന്നു വിനയൻ സാറിലൂടെ. അപ്പോൾ ഊമപ്പെണ്ണ് കഴിഞ്ഞപ്പോൾ ഏകദേശം തോന്നിയോ സിനിമയിൽ തന്നെ നമ്മൾ നിൽക്കും? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ചിലവർ ചോദിക്കും 5 വർഷം കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് അടുത്ത മൊമെന്റ് എന്താണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അടുത്തതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക? നമുക്കൊന്നും അറിയില്ല. ദൈവം അങ്ങനെയൊക്കെ മനുഷ്യന്റെ കാര്യം കൂടി കുഴപ്പമില്ല, നല്ലതാ. മനുഷ്യന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, എടാ അലോഷി വണ്ടിയൊക്കെ സ്വിച്ച് ഓടിക്കും. അപ്പോ പറഞ്ഞ പോലെ നമുക്കറിയില്ല. ഇപ്പൊ ചേട്ടൻ ചോദിച്ചത് ഇതിന് ശേഷം സിനിമയിൽ സജീവമാകുമായിരുന്നു, സിനിമയിൽ വരുമെന്ന് പോലും എനിക്കങ്ങനെ ഇതുണ്ടായിരുന്നില്ല. പിന്നെ വന്നു, പിന്നെ ഇതിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള കേട്ടോ. ആരിന് ശേഷം ആര് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കർമ്മം ചെയ്ത് അങ്ങനെ പോകും, അത്ര തന്നെ. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ സിനിമകളെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു വരി കഥ പോലും ഒരു വരി തീരുന്ന സിനിമകളാണ്. വലിയ വമ്പൻ ഹിറ്റാകുന്ന പല സിനിമകളും പുതിയ കുറേ ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്, ഇതെന്താ എങ്ങോട്ടായി പോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് യോജിക്കുമോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ തലമുറയിലുള്ളവർക്ക് തോന്നാറുണ്ടോ? എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. നല്ല കഥയാണോ അതങ്ങോട്ട് ചെയ്യുക, അതേ ഉള്ളൂ. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ദൈവമേ ഇപ്പം സിനിമയുടെ പോക്കിങ്ങനെയാണല്ലോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനത്തെ കഥയാണ് വർക്കാകുക, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യൂ, അങ്ങനത്തെ തോട്ട് മാത്രമേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ളത്. മറ്റേതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടാണ്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് മൈൻഡിനെ. എന്തിനാണ് ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് വെച്ച് നടക്കണേ? അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാത്ത സമയത്ത് എന്താണ് മറ്റൊരു ഹോബി സിനിമ അല്ലാതെ? ഞാൻ ഹോബി എന്ന് പറയുന്നത് ഇല്ല ആക്ച്വലി. അങ്ങനെ ഒരു സ്പോർട്സ് പേഴ്സണോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ. അപ്പം എല്ലാം സിനിമയുടെ കഥാപാത്രത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ടാവും. ഷൂട്ടില്ലെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം റീഡിങ്ങും കാര്യങ്ങളും എല്ലാമായിട്ടുണ്ട്. അതൊന്നും ഹോബി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ എന്തായാലും സ്നേഹിച്ച യുവതിയെ സ്വന്തമാക്കി ജീവിക്കാണല്ലോ. അപ്പൊ ഈ പണ്ട് ഈ മിമിക്രി കാണിച്ച് നടന്ന കാലത്ത് തന്നെയാണല്ലോ സരിതയായിട്ടുള്ള പ്രേമമൊക്കെ ആരംഭിച്ചത്, അല്ലേ? അതിനുശേഷം പെട്ടെന്ന് ഈ ജീവിതത്തിൽ വന്നൊരു മാറ്റം, അത് എങ്ങനെയായിരുന്നു അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്? ഈ വീട്ടുകാരായാലും ഭാര്യ ആകാൻ പോകുന്ന യുവതിയായാലും അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് നായകനാകുന്നു? അവരൊക്കെ വിചാരിച്ച സിനിമയിൽ നിന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന, കാരണം സിനിമയിൽ വന്നല്ലോ.
പക്ഷേ സിനിമയ്ക്ക് മുമ്പ് തുടങ്ങിയ പ്രണയമാണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് എന്നുള്ള ലെവലിലായിരുന്നല്ലോ. സരിതയ്ക്ക് പേടിയുണ്ടായിരുന്നു സിനിമ വന്നിട്ട് സിനിമ എന്നുള്ള കല്യാണം കഴിച്ചു പോകും? ഇല്ല, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ തോട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇല്ല, കാരണം ഫുൾ ടൈം ഇങ്ങനെ ടച്ചിലുണ്ടല്ലോ, ഫുൾ ടൈം ഫോണിലാണ്. പിന്നെ മാത്രമല്ല ഇപ്പം എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കാവ്യനെ ആയിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ വേറെ പല എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക, സരിതര കാര്യം എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം, വീട്ടുകാർക്ക് അറിയാത്തുള്ളൂ. കാരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇത് ആരോടാണ് കുറേ നേരം എന്നൊക്കെ ചോദിക്കും. പണ്ട് ആൻഡോ ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്. ആൻഡോ ചേട്ടൻ വിളിച്ചിട്ട് മോനെ നീ യൂസ് ചെയ്യുന്ന ഫോൺ ഏതാ പുലിവാൽ കല്യാണ സമയത്ത്? ഞാൻ ചേട്ടാ ഇതാണ് ഫോൺ. ഞാൻ ചെന്ത് പറ്റി അല്ല നിന്റെ ഇതിലാകുമ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, കാരണം നീ ഫുൾ ടൈം ഫോണിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ ഫോൺ വിളി ഭയങ്കര ഫേമസ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതിനുശേഷം മോൻ ഇപ്പം സിനിമ പഠിച്ചു, പോയി പഠിച്ചു. എന്തായിരുന്നു പഠിച്ചത്? സിനിമ ഫിലിം മേക്കിംഗ് തന്നെയാണ്. പുള്ളി ഡയറക്ഷൻ, എന്താ പറയുക, എഡിറ്റിംഗ്, DP, ഇതൊക്കെ തന്നെയാണ് മൂപ്പർക്ക് ഏറ്റവും വലിയ താല്പര്യം. ഞാൻ ചോദിച്ചടാ അഭിനയിക്കാൻ അതൊക്കെ ഞാൻ ഇല്ല ചാ, അവന് അല്ല അങ്ങനല്ല, അവൻ ചെയ്തു. എൻ്റെ സുദീപാത്മികം, പിന്നെ ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ, ഈ പടത്തിലൊക്കെ എൻ്റെ ചെറുപ്പമായിട്ട് മൂപ്പർ അഭിനയിച്ചത്, തൃശ്ശൂർ പൂരം. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ഡയറക്ഷനോടാ താല്പര്യം. അപ്പോൾ പാം ഗെയിം എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അവൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ന്യൂയോർക്കിൽ കോഴ്സ് കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഇനിയിപ്പോൾ പുള്ളിയുടേതായ പരിപാടികൾ, എഴുത്തും കാര്യങ്ങളും. മോളുണ്ട് ചെറുത്, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് പിന്നെ ഇത് തന്നെ, ഞാൻ എന്താവണോട് ഈ ആഗ്രഹം, സിനിമ നടി ആണല്ലേ? ഓ ഇപ്പോഴേ പുള്ളിക്കാരത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അവള് ചെറിയതായിട്ട് അഭിനയിച്ചൊന്നുമില്ല. ഇല്ല, അവള് സ്കൂൾ ഡ്രാമ പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്യും, നന്നായിട്ട് അഭിനയിക്കും. പിന്നെ അതുപോലെ തന്നെ ഡാൻസിന്റെ ആളാ, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കും കാരണം എനിക്കങ്ങനെ ഡാൻസ് കുഴപ്പമില്ല, സരിതയുടെ കഴിവാ. അതുപോലെ തന്നെ ഭാര്യയും സിനിമ രംഗത്ത് സജീവമാണ്, അഭിനയമൊന്നും അല്ലെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഇത് നേരത്തെ തൊട്ട് താല്പര്യം ഉണ്ടായിരുന്നതാണോ സരിതയ്ക്ക്, അതോ ഈ സിനിമയിലേക്ക് ജയം വന്നു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു താല്പര്യത്തിൽ നിന്നാണോ? അല്ല, അവൾക്ക് ആ സെൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ റിസപ്ഷന്റെ തലേദിവസമുള്ള കോസ്റ്റ്യൂം ഒക്കെ അവളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം സിനിമയിലേക്ക് വന്നതിന് ശേഷം ആദ്യമൊന്നും ചെയ്തിരുന്നില്ല. കാരണം എന്താ, അവർക്ക് അറിയാത്ത മേഖലയാണ്. പിന്നെ ലൊക്കേഷനിൽ വന്നും പരിചയമായും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഒരു പ്രൊഡക്ഷനും പരിപാടിയൊക്കെ പുണ്യാളനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പിന്നെ സരിത തന്നെ. കാരണം പിന്നെ തൊട്ട് എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അവള് അല്ലാതെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരുപോലെ ഡ്രസ്സൊക്കെ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ചാക്കോച്ചനെ കളിയാക്കും, സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടല്ലോ യൂണിഫോം ആയിട്ട് കളിയാക്കും. അപ്പൊ ഇപ്പൊ അവിടെയൊക്കെ അതുപോലെ നടക്കണേ. ഞാൻ അപ്പോ ആ സമയത്ത് അവള് കോസ്റ്റ്യൂം ചെയ്യുന്നതിന്റെ പേരില് സിനിമയിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിനിമയിലുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. പിന്നെ തൊട്ടില്ല എൻ്റെ പടത്തിലുള്ള എല്ലാ കോസ്റ്റ്യൂംസും സരിത ചെയ്യണം. അതെന്താകൊണ്ടാന്ന് വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുമല്ലോ, അതുപോലെ തന്നെ സരിതയും വായിക്കും. അപ്പോൾ ഈ ഇമോഷൻ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് കളർ പാലറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്യാമറാമാനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നത്. പിന്നെ ആട് എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള ഇതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി. ആട് 1-നേക്കാൾ 2-ലാണ്. മറ്റേന്ന് വെച്ചാൽ ബ്ലാക്കും റെഡും മുണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. 2-ൽ വന്നപ്പോഴാണ് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ബ്ലാക്കും റെഡും എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. അതെ, അപ്പൊ 3-ലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആളുകളും നമുക്കും എന്താണ് ഒരു പുതിയ സംഭവം കൊണ്ടുവരിക എന്ന് ആലോചന ഉണ്ടായിരുന്നു. അപ്പൊ സരിത ഇതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. മുണ്ടില് കുറച്ച് പരിപാടികൾ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. സ്ത്രീകളുടെ കോസ്റ്റ്യൂം വെച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും കുറെ വെറൈറ്റീസ് ഉണ്ട്. പൊതുവെ ആണുങ്ങളുടെ ഡ്രസ്സിൽ വലിയ പരീക്ഷണം പറ്റൂല. എന്നിട്ടും ഈ പറഞ്ഞ പോലെ മുണ്ടില് ഒരു ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ബ്ലൂ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഫുള്ള് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ ഈ ഫ്രണ്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും റെഡോ ബ്ലൂവോ ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ച്. അതിന്റെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ സ്ട്രൈപ്സ് ആയിരിക്കും, റെഡ് ആണെങ്കിൽ റെഡിന്റെ സ്ട്രൈപ്സ് ആയിരിക്കും. നല്ല അത്യാവശ്യം പണി എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കോസ്റ്റ്യൂം. ഷാജി പാപ്പന് ശേഷം വടംവലിക്ക് ശേഷം ഞാൻ ഇവിടെ ഒരാളെ ക്യാമറമാനെ കാണുന്നത്. എന്റെ ജോലിയും വടംവലിയാണല്ലോ, പുറകിലേക്ക് പോകുമ്പോൾ ജയിക്കുന്നതാ. പുള്ളിയും പുറകിലേക്ക് പോയാലേ പുള്ളിക്കും ജീവിക്കാം. നമ്മുടെ ക്യാമറമാന്റെ മെയിൻ കഴിവ് പുറകിൽ വരെ കണ്ടുള്ള മനുഷ്യനാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചൊരു മനുഷ്യനാണ്. വരുമാനം ഇല്ലൊന്നുമില്ല. കൂടെ എന്തിനാ ഇവരെ കൂടെ നടക്കുന്നത് ഇത്ര ആൾക്കാര്? അല്ല, അതാണല്ലോ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം. ഈ പൈസയ്ക്കും എല്ലാത്തിനും അപ്പുറമാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ. കാരണം അവർക്കൊക്കെ വേറെ ജോലിക്കൊക്കെ പോവാം. പക്ഷെ പാപ്പന്റെ കയ്യിൽ നടുവും കാശില്ലായ്മയും എല്ലാം. പക്ഷെ ഇയാളുടെ കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ധൈര്യവും കാര്യങ്ങളും ഉണ്ട്. അയാൾ വളരെ ജെന്യൂൻ അല്ലേ, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, നമുക്കൊന്ന് പരിചയപ്പെടണം എന്നൊക്കെ തോന്നുന്ന ഒരാളാണ്. പക്ഷെ ആദ്യമായിട്ട് ഈ കഥ കേൾക്കുമ്പോഴേ എന്തൊക്കെ പറഞ്ഞ ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് അതെ വളരെ ഗംഭീരമായിട്ട് നടന്നു വരുന്നു, ഭയങ്കര മ്യൂസിക്, അതിന് ശേഷം കാല് വെക്കുമ്പോൾ അയ്യോ നമ്മൾ നടുവേന എടുത്ത് വീഴുന്നു. അതപ്പോ എങ്ങനെയാ ജയം തോന്നിയത്? അയ്യോ ശരിയാകുമോ?
അങ്ങനെ ഒരു നായകനെ സ്വീകരിക്കുന്നൊരു സത്യം കറക്റ്റാ. കാരണം ഞാൻ ആ സമയത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണക്റ്റ് ആയില്ല ഇതിൻ്റെ എന്തോ എനിക്ക് ക്യാരക്ടർ അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സാൻഡ്ര എന്നെ വിളിച്ചത് ആ സമയത്ത്. അപ്പോൾ ഞാൻ സാൻഡ്ര അടുത്ത് പറഞ്ഞു, സാൻഡ്ര എനിക്കത് കറക്റ്റായിട്ട് തോന്നുന്നില്ല, ഞാനിത് കറക്റ്റ് ആവുന്നു, എന്തോ എല്ലാവരും പാപ്പാന്നൊക്കെ വിളിക്കും, എനിക്ക് അയാളുടെ രൂപം കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ വെച്ചിട്ട് നമ്മളൊരു കഥ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് അയാളുടെ രൂപം കിട്ടും, അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കതങ്ങനെ ക്ലിയറായി വരുന്നില്ല ക്യാരക്ടർ. അപ്പോൾ അവർ വിട്ടു. അപ്പോൾ ഒന്നും കൂടി എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു പരിപാടിയായിട്ട് വന്നു. ഇത് തന്നെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്തിട്ട് വന്നു. അങ്ങനെ സാൻഡ്രയ്ക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കൊണ്ട് തന്നു, സ്ക്രിപ്റ്റൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും മിഥുനും കൂടി പിന്നെ ഇരുന്ന് ക്യാരക്ടറൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ നമുക്കും കിട്ടി അയാളെ. പിന്നെ രൂപത്തിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ മിഥുൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനും ഓക്കെ ആയി. അവൻ പറഞ്ഞ നേരെ മസ്റ്റാണ് ഏട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇട്ട് ഒരു മുറുക്കാനും പരിപാടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ കിട്ടി, ദൈവം അനുഗ്രഹിച്ച്. അതായത് ഇപ്പം ആട് 3 വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്ന പോലെ തന്നെ ഞാനും കാത്തിരുന്നല്ലോ. അതുപോലെ ജീവിതത്തിൽ ചെയ്ത 100-ലധികം സിനിമകൾ അഭിനയിച്ചപ്പോൾ അതെ ഇതുപോലെ ചെയ്യാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുവരും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സിനിമയും നമ്മളെ ഒരു സംഭവം കേട്ട് കഴിയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോഴാണുള്ളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതെല്ലാ കഥാപാത്രവും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ സിനിമയുണ്ട്, ഇപ്പം ഓപ്പറേഷൻ ത്രാൾ എന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് പറയണത് ചാനലിൽ. അതെ, അല്ല കുഴപ്പമില്ല, നാളെ അനൗൺസ് ചെയ്യും. പക്ഷെ ആദ്യമായിട്ടാണ് പറയണേ. അപ്പോൾ രതീഷ് വേഗയാണ് മ്യൂസിക് ഡയറക്ടർ, ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിന്റെ. രതീഷ് കുറച്ചു കാലം കൂടി വരികയാണ്. രതീഷ് എന്താ വെച്ചാൽ അവൻ മ്യൂസിക് ഡയറക്ടറാണ് ആക്ച്വലി. അതായത് മഴ നീർത്തുള്ളികൾ, ആറ്റുമഴ അറിയാലോ. അപ്പോൾ അവൻ ആദ്യമായിട്ട് ഡയറക്ഷനിലേക്ക് തൃശ്ശൂർ പൂരം ഡയറക്ഷൻ, അതാ ഞാൻ പറഞ്ഞ. അത് മ്യൂസിക് ഡയറക്ഷനിൽ നിന്നും ആദ്യമായിട്ട് ഒരാൾ ഡയറക്ഷനിലേക്ക് വരണം. അവനാണ് തൃശ്ശൂർ പൂരം എഴുതി. അപ്പൊ അതെ, അപ്പോൾ ആ സിനിമയുടെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കത് ചെയ്യാനിങ്ങനെ ദൈവം ഇത് ഓക്കെ നേരെ ഇനിയിപ്പോൾ അതിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഇനി അത് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട്. അതങ്ങനെ വരാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് വണ്ടി കഥകളിലേക്ക് പോയാലോ. പണ്ട് അതായത് 20 വർഷം മുമ്പ് ഞാൻ കാണുമ്പോൾ അല്ല വണ്ടി കഥ വെച്ചാൽ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, വണ്ടിക്കാര് എനിക്ക് വണ്ടി, കാരണം അതിന്റെ ഒക്കെ ആള് മോനാണ്, മോനും മോളൊക്കെ അതിന്റെ ആളുകളാണ്. അതിന് ഞാൻ എഞ്ചിൻ പവർ ഒന്നും ചോദിക്കുന്നില്ല, ചേട്ടാ അതൊന്നും അറിഞ്ഞിട്ട് കാര്യം, വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ. അല്ല അത് ചോദിക്കട്ടെ, ആദ്യം വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണോ? വണ്ടി പ്രാന്തൻ അല്ലെങ്കിലും ഓക്കെ ആണോ? അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അവള് പറയും എനിക്ക് ഏറ്റവും നന്നായിട്ട് വണ്ടി ഓടിക്കണം, മറ്റേത് മറിച്ചതൊക്കെ പറയും. ചില സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ കൽപ്പാത്തി കാപ്പി അങ്ങനെയൊക്കെ പോവും. പക്ഷെ അവൾക്കറിയാം എനിക്ക് ചെറുതേ ഓടിക്കും. അപ്പൊ ഇപ്പൊ ഏതൊക്കെ വണ്ടികളാണ് നമ്മള് കണ്ടത്? റേഞ്ച് റോവറാണ്. പിന്നെ മോൻ ഒരു ഗോൾഫ് GT വാങ്ങിച്ചായിട്ട് കണ്ടു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തമാണോ? യൂണിറ്റ് വരുന്നു, അത് ചാടി പിടിച്ചു. അവനും ഈ ദുൽഖറൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോ രണ്ടുപേരും കൂടി ഇരുന്ന് ചാറ്റിങ്ങും പരിപാടിയും, ഏതാ പുതിയ വണ്ടി, അവനും വണ്ടി പ്രാന്തനാണല്ലോ. അപ്പൊ ഇത് രണ്ടുപേരും കൂടി അതിലുള്ള ഡിസ്കഷൻ, അല്ലാതെ ഇവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ വണ്ടികള് അവർക്ക് ഭയങ്കര ക്രൈസാ. എനിക്ക് അങ്ങനെ ഒരു വണ്ടി പ്രാന്തില്ല, പക്ഷെ വണ്ടി എടുക്കാൻ ഇഷ്ടമാണ്, ആഗ്രഹമാണ്. അതേ ഉള്ളൂ. പിന്നെ ഞാനും കമ്പനി ദോഷം ചെയ്യും, പക്ഷെ അതുപോലെ വണ്ടികൾ വന്നോണ്ടിരിക്കും വീട്ടിൽ. അതെ, വാങ്ങിച്ചോണ്ടിരിക്കും. പൊന്നു മോനെ, അവന്റെ അച്ഛൻ മമ്മൂട്ടിയാണ്, അത് നീ മറക്കരുത്. അവനും ആക്ടറാണ്. അപ്പൊ GT ആയിരിക്കും. ഓക്കെ, അല്ല പറഞ്ഞു അല്ലല്ലോ, ഒന്നുമില്ല. അതെ, ഉരുട്ട് പറയാൻ. അപ്പം ഇപ്പം നമ്മുടെ റേഞ്ച് റോവർ ഉണ്ട്, പിന്നെ ഗോൾഫ് ഉണ്ട്, പിന്നെ വേറെ വണ്ടിയുള്ളത് ഫുൾ ലിസ്റ്റ് എടുത്തിട്ട് അല്ലല്ല എല്ലാം ടാക്സ് കൊടുത്ത്. അല്ല അതെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അല്ല വണ്ടി ഇപ്പൊ ഞാൻ എപ്പോഴും ഓടിക്കുന്നത് താറായിട്ടാ. ഞാൻ താറും കൊണ്ട് നടക്കണം, എനിക്ക് അതാ ഇഷ്ടം. അതാവുമ്പോഴത്തേക്കും എവിടെ കൊണ്ടിട്ടാലും കുഴപ്പമില്ല, ടെൻഷനും ഇല്ല, തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ല. അപ്പോ അങ്ങനെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വണ്ടികളുടെ എല്ലാവരും ഉപദേശകൻ എന്ന് പറഞ്ഞ മോൻ തന്നെയാണ്. സംശയമില്ല. റേഞ്ച് റോവർ അടക്കം എല്ലാം. അപ്പൊ ഈ പണ്ട് നമ്മൾ കണ്ട ആക്സിഡന്റിന് ശേഷം ഏതൊക്കെ വണ്ടികൾ ജീവിതത്തിൽ കടന്നുപോയി ഇതിനോട്? അതുണ്ടായിരുന്നു കേട്ടോ. അത് ആക്സിഡന്റിന് ശേഷം ഞാൻ സ്കോർപിയോ എടുത്തിരുന്നു, ഫോക്സ് വാഗൻ എടുത്തിരുന്നു, പിന്നെ ജാഗുവർ എടുത്തിരുന്നു, ബെൻസ് എടുത്തിരുന്നു, BMW എടുത്തിരുന്നു. അങ്ങനെ 2-3 വർഷം കൂടുമ്പോൾ ഞാൻ വണ്ടി മാറ്റാറുണ്ട്. ഇപ്പൊ ഈ റേഞ്ച് റോവറിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്തത്? ഈ ബെൻസിൽ നിന്നും ജാഗുവറിൽ നിന്നൊക്കെ വന്നിട്ട്. ചേട്ടാ ഇതെല്ലാം വേറൊരു അർത്ഥത്തിൽ സൗകര്യങ്ങളാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. അപ്പോൾ അതിപ്പോൾ ലോങ് ഡ്രൈവിന് പോകുമ്പോഴും നമുക്ക് ധൈര്യമായിട്ട്
നമുക്ക് വണ്ടിയിൽ ഉറങ്ങിപ്പോവാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളൊക്കെ കൂടുതലും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ കേട്ടോ. കാരണം ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല, ഇപ്പോൾ ഒരു 8 മണി 9 മണിക്ക് ആ ചേട്ടാ പാക്കപ്പ് നാളെ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് വിടും. അപ്പോൾ കൂടുതലും രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് നല്ലൊരു സേഫ്റ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഈ ശല്യപ്പെടുത്തു ഡ്രൈവറിനെ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു മുതലാളിയാണ്. അതുണ്ട്, അത് ശല്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി കാരണം എനിക്ക് ഞാൻ പതുക്കെ ഓടിക്കുന്ന ആളല്ലേ, അപ്പൊ ഞാൻ വളരെ പതുക്കെ പോകുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ റിതം കിടക്കുന്നത് അതില്ല. അപ്പൊ ഇപ്പൊ എൻ്റെ മോൻ്റെ കൂടെയും എൻ്റെ ഡ്രൈവറുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വളരെ പതുക്കെ ചവിട്ടറ എന്ന് പറയും. ഇവനാണെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ട് ചവിട്ടും. ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വെക്കട്ടെ, അയാൾ അങ്ങനെ ബാക്കിലേക്ക് എടുത്ത് തട്ടൂലേ, ഞാൻ എന്തിനാണ് കൂട്ടിക്കൊണ്ട് വെക്കണേ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. അപ്പൊ ആദ്യമാണെങ്കിൽ നല്ല സ്പീഡിലേ ഓടിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പതുക്കെ പോടാ എന്ന് പറയും. എനിക്ക് സ്പീഡിൽ പോകുന്നില്ല. സരിത ഓടിക്കുമ്പോൾ കൂടെ ഇരിക്കാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാറില്ല സരിതയും. ഇടയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്യും. ഞാനും അവളും കൂടി പോകുന്ന സമയത്ത് അവൾ ഡ്രൈവ് ചെയ്യും. അതൊക്കെ ഞാനും അവളൊക്കെ ഒരേ ഹൃദയത്തിൽ പോകുന്ന ആളുകളാണ്. ഈ യാത്രകൾ എങ്ങനെയാ, ഇഷ്ടമാണോ? യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് വണ്ടിയിൽ എന്നുള്ളതല്ല, എനിക്കിങ്ങനെ വണ്ടിയിൽ പോയി കഴിഞ്ഞാലും അതിനേക്കാൾ ഉപരി പുറത്തേക്കൊക്കെ പോവില്ലേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നോർത്ത് സൈഡും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് പോകുന്നതിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പം വീട്ടിലൊരു എന്താ പറയുക ബോട്ട് കെട്ടി പണിത സമയത്തൊക്കെ വലിയ ആരോപണങ്ങളും ആക്രമണങ്ങളൊക്കെ നേരിട്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? സീരിയസ് ആയിട്ട് എടുക്കാറുണ്ടോ? അതിൻ്റെ ഒരു വിഷമം തോന്നാറുണ്ടോ കമൻറ്റുകൾ? ചേട്ടാ ആദ്യമൊക്കെ ഏട്ടാ തോന്നുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒക്കെ വലി എന്ത് പറഞ്ഞാലും നമ്മൾ ഇതിനൊക്കെ കാര്യമായിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതൊക്കെ അങ്ങോട്ട് വിട്ടേക്ക്. അതൊക്കെ അവര് പലതും പറയും. അത് നമ്മൾ എടുക്കണോ വേണ്ടയോന്നും നമ്മുടെ ഇതിനനുസരിച്ച്. ഞാനിതൊന്നും ചെവി കൊള്ളാറും കൂടിയില്ല. എത്രയോ ന്യൂസുകൾ, അതായത് നമ്മൾ ചിന്തിക്കാത്തതും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചാനൽസും കാര്യങ്ങളും എടുത്തടിക്കുന്നത്. അതായത് പുതിയ ട്രെൻഡ് എന്താണെന്നറിയാം. പുതിയ ട്രെൻഡ് ഇതാണ് ന്യൂസിന്റെ. അതായത് ഒരു ഫേക്ക് ന്യൂസ് പടച്ചു വിടുക. ഫേക്ക് ന്യൂസ് പടച്ചു വിടുന്നത് ഒരു വാർത്തയാണ്. ഈ ഫേക്ക് ന്യൂസിനെതിരെ ഇവൻ വരണം, ഞാൻ അതല്ല, അതും അവർക്ക് കണ്ടന്റാണ്. ഈ വാർത്തേനേക്കാൾ ഉപരി കണ്ടന്റാണ് ഇപ്പൊ ആവശ്യം. ആ ലെവലിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ശരിക്കും നമ്മൾ ഈ യൂട്യൂബേഴ്സിനെ മാത്രം കുറ്റപ്പെടുന്ന കാര്യമില്ല, പുതിയ ഈ പറഞ്ഞ മെയിൻ ചാനലുകൾ പോലും ഇത്തരം കാര്യങ്ങൾ പിന്നാലെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതാണ് അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? മീഡിയ എന്ന് പറയുന്നത് അവര് സത്യം പറയുന്നത് കേൾക്കാനാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അയ്യോ റീച്ചില്ല, മറ്റേതുപോലെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അവരും ഇപ്പോ ഇവരെ പോലെ പെരുമാറുകയാണ്. അതല്ല ചെയ്യേണ്ടത്. ഇവർക്കൊരു പാഠപുസ്തകമാണ്. ശരിയാണ്. പണ്ട് മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിയന്ത്രണം, അവർ സ്വയം നിയന്ത്രണമൊക്കെ ഉണ്ട്. ചേട്ടാ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് 4 സൈഡും കോർണർ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും എന്താ പറയുക അന്വേഷിച്ചിട്ടൊക്കെ അല്ലേ വാർത്ത കൊടുക്കേണ്ടത്. അതല്ലാതെ മനസ്സിൽ തോന്നി അങ്ങോട്ട് കൊടുക്കുക, അതാണ് നിങ്ങൾ കണ്ടോളണം. അത് ഒരു ശരിയായ ഒരു കാര്യം. പിന്നെ ഇതിപ്പോ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ യൂട്യൂബും അങ്ങനെ കാണാറുണ്ടോ? ഓ പിന്നെന്താ. എന്ത് തരം വീഡിയോസ് ഒക്കെ സാധാരണ? ഞാൻ വളരെ എന്താ പറയുക, നമുക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളെ ഞാൻ കാണാറില്ല. ഇത് ഞാൻ കണ്ടത് കൊണ്ട് അയാൾക്കല്ല എനിക്കെന്ത് ഗുണം, അത് വലിയ വിഷയം അല്ലല്ല. അതാണ് അല്ല എന്തെങ്കിലും ഒരു അറിവ് കേട്ടാ. കാരണം അതിപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആരെ ഇന്റർവ്യൂ ചെയ്യുന്നു, അയാളുടെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് ചിലപ്പോൾ നല്ല നർമ്മമാവാം, നല്ല പോയിന്റ്സ് ആവാം. അത് അല്ലാതെ എന്തിനാണ് ഞാൻ അയാൾക്ക് വേണ്ടി സമയം വേസ്റ്റ് ചെയ്യണം? അത് ഞാൻ ചെയ്യാറില്ല. എൻ്റെ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന. ഈ മലയാളത്തിലെ ഏറ്റവും എടുക്കുന്ന ഒരു യൂട്യൂബർ ബൈജു എന്നയാളുടെ വീഡിയോ കാണാറുണ്ടോ? അതാരാ? അങ്ങനെ ആളുണ്ട്. ഇത്രയും യൂട്യൂബ് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലും. ഇത് ഏതാണ്? അല്ലെ സോറി, ഏതാണ് മനുഷ്യൻ? കട്ടിയരുത്, അത് വേണം ഇടാൻ. അല്ല ഈ വണ്ടിയൊക്കെ വാങ്ങിയതിന് മുമ്പ് നമ്മുടെ ഈ മോഹൻ പറയുന്ന അഭിപ്രായം അല്ലാതെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ? പിള്ളേർ മാത്രം വണ്ടിയുടെ വിദഗ്ധനാണ് അപ്പൊ പുള്ളി. അപ്പൊ ഞാൻ എന്താണ് വെപ്പ് പുള്ളി വിചാരിച്ചു നടക്കുന്നത് വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലത്തെ. ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജി ഒക്കെ വണ്ടികളുടെ കാര്യത്തിൽ മാറിയിട്ട് ഇലക്ട്രിക് ഒക്കെ വന്നല്ലോ. ഇലക്ട്രിക് ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? അയ്യോ ഓർമ്മ കിട്ടുന്നില്ല. ആണ് ഓടിച്ചൊക്കെ തോന്നിയിട്ടില്ലേ? അറ്റ്ലീസ്റ്റ് അല്ലല്ല ചേട്ടാ, ഞാൻ അങ്ങനെ ഒരു വണ്ടി പ്രാന്തനല്ല. ആരോ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ ഒരു ഹൈബ്രിഡ് പോലത്തെ തന്നെ ഒരു ഫീൽ ശരി, അത് സത്യമാണ്. തുടക്കത്തിൽ അങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും അതിൽ വലിയ വ്യത്യാസമില്ലല്ലോ എന്നുള്ള തോന്നൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ വന്ന വണ്ടി അത് എന്റെ നമ്പർ വലിയ ഫാൻസി നമ്പർ ഒന്നും അല്ലെങ്കിൽ രസമുള്ള നമ്പർ. ഈ നമ്പറുകളിലൊക്കെ വിശ്വാസമുണ്ടോ? അന്ധവിശ്വാസം, നമ്പർ വിശ്വാസവും ഇല്ല, അന്ധവിശ്വാസവും ഇല്ല, അങ്ങനത്തെ വിശ്വാസം. എന്തിനാ എന്തിനാണ് അവരാണോ? ഞാൻ ഇത് കുറ്റം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അവരുടെ ജോലി എടുത്ത് ജീവിക്കുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എനിക്ക് അതിനോടൊന്നും വലിയ വിശ്വാസമൊന്നും. എന്തിനാണത്? ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇപ്പോൾ ഈ നമ്പർ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം വണ്ടിയുടെ നമ്പർ നല്ലൊരു രസമാണ്. 1122 അതെന്ന് വെച്ചാൽ അതൊരു ചെറിയൊരു കഥയായിട്ട് ബന്ധപ്പെട്ടത്. അത് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂലൊക്കെ, ഈ കോട്ടയത്ത് ഞാൻ നസീർക്കാട് ട്രൂപ്പിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പണ്ട്. അപ്പോൾ വന്ന് നമ്മൾ എല്ലാ ദിവസവും രാത്രി 1:30-2 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ കോട്ടയത്ത് എന്നെ ഇറക്കിയിട്ട് അവർ പോകും. പിന്നെ ഞാൻ എറണാകുളത്തല്ലേ, അപ്പം ഞാൻ അവിടെ നിന്ന് വണ്ടി പിടിച്ച് വരണം. 5:55 ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് ഞാൻ ഡെയിലി വരണം. ആക്ച്വലി 2-2.5 വർഷം അങ്ങനെ വന്നിരുന്നു. ആ വണ്ടിയുടെ നമ്പറാണ് 1122. ചേട്ടാ അതൊരു 56-33 ആണെങ്കിൽ ഞാൻ എടുക്കൂ, അല്ലെങ്കിൽ 28-43 എടുക്കൂ. അപ്പൊ അതൊന്നും ഇല്ല ചേട്ടാ, അത് 1122 ആയതുകൊണ്ട്. പക്ഷെ അതൊരു നൊസ്റ്റാൾജിയ ആയിട്ട് മനസ്സിലുണ്ട്. അത് കൊള്ളാം, ആ കാലത്തെ ഒരു സംഭവം, അത് രസമുണ്ട്. അപ്പൊ അല്ലാതെ ഈ സിനിമാക്കാർ പൊതുവെ വലിയ പൈസ കൊടുത്ത് നമ്പർ എടുക്കാറുണ്ട്. അവിടെ ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇപ്പം മമ്മൂക്കയുടെ കാര്യത്തിൽ മമ്മൂക്കിന് പൈസ കൊടുക്കേണ്ടി വരാറില്ല. മമ്മൂക്ക ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും വിട്ടിട്ട് പോയിക്കോളും. എന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം 20 വർഷത്തിലധികമായിട്ട് സിനിമയിൽ 100-ലധികം സിനിമകൾ, അതിൽ നായകനായി വമ്പൻ വിജയം വരിച്ച സിനിമകൾ, ഇങ്ങനെ ജീവിതത്തിൽ ഒരു സിനിമ ആകാൻ ആഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഞാൻ എൻ്റെ തോട്ടത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ജയൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണോ ജീവിതത്തിൽ? ബൈച്ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ബൈച്ചേട്ടൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഡെഫിനേഷൻ എന്താ? എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ചതിൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ സാധാരണ ജേർണലിസ്റ്റായിട്ട് തുടങ്ങി, നമ്മളിപ്പം ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നു, അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിച്ചാൽ അപ്പുറത്തേക്കാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ജയൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു തോന്നൽ, ജയൻ ഈ പറഞ്ഞ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം എന്ന് ആഗ്രഹിച്ചു വന്നു. ഇപ്പം മലയാളികൾ മുഴുവൻ സ്നേഹിക്കുന്ന ഒരു നടനായിട്ടുണ്ട്, ഹിറ്റ് ചിത്രങ്ങളിലെ നായകനായിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയാണോ ചേട്ടാ? ഇതെല്ലാം ഉണ്ട്, എക്സ്റ്റേണലായിട്ട് എല്ലാം ഉണ്ട്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഹാപ്പിനെസ്സിനും വല്ല ഇതല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നാം കേട്ടോ, ഇത് വലിയ ഇതൊന്നും പറയുന്നതല്ല. എനിക്ക് ദൈവാനുഗ്രഹിച്ചെല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് മെന്റൽ ഹാപ്പിനെസ് വേറെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ നാളെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എക്സ്റ്റേണൽ കാര്യങ്ങളല്ല എനിക്ക് ഹാപ്പിനെസ് തരുന്നത് എന്നാണ് തോന്നുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. ഇന്റേണലി ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അതെ അതെ, അല്ല എക്സ്റ്റേണൽ അതാ ഞാൻ പറഞ്ഞത് ചേട്ടാ. ഒരുപാട് പൈസയും കാര്യങ്ങളും ഉള്ളവരുണ്ട് ചേട്ടാ, അവർക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം അല്ലേ? അതാ ഞാൻ ചോദിച്ചത്. അത് പൈസ മാത്രമാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പൊ ആ ഒരു ലെവലിൽ വെച്ച് നോക്കിയാൽ ഞാൻ ഹാപ്പിയാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അല്ല, ജയന്റെ കാര്യത്തിൽ ജയനെ ഒരിക്കലും അങ്ങനെ ഡള്ളായിട്ടൊന്നും കണ്ടില്ല. എപ്പോഴും നല്ല സന്തോഷമായി ചിരിച്ചു നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത്. നമുക്കും കൂടെ സന്തോഷം തോന്നുന്ന ഒരു മുഖവും സന്തോഷം എപ്പോഴും ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ആ അപ്പാർട്ട്മെന്റിൽ ഇപ്പം താമസം തുടങ്ങിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ്. അവിടെ നിന്ന് സരിത ചായ ആയിട്ട് വിളിക്കുന്നുണ്ടോ എന്ന് പോലും ഈ സംശയം. അവിടെ കൈയൊക്കെ കാണുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ബോൾഗാട്ടി ദർശനമായിട്ടുള്ള. പക്ഷെ അവിടെ വീട് വെച്ചതും പുഴയുടെ സൈഡിൽ അല്ലേ? അതെ അതെ. ഈ ചമ്പക്കരയിൽ ജനിച്ചു വളർന്നതിന്റെയാണ് ഈ പുഴ സ്നേഹം. ഞാൻ അല്ല, എന്റെ ശരിക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ എന്ന് പറയും. അവിടെയാണ് എന്റെ ശരിക്കുള്ള സ്ഥലം. അവിടെ വീടുണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തു. പിന്നെ ഞാൻ കുറേ നാൾ പനമ്പള്ളി നഗറിലായിരുന്നു. ഇപ്പോൾ ഒരു 20-ഓളം വർഷമായിട്ട് പനമ്പള്ളി നഗറും മറൈൻ ഡ്രൈവും ഒക്കെ ആയിട്ടാണ് താമസം. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ അവസാന ഭാഗത്തേക്ക് പോകാട്ടോ, ബോറടിപ്പിക്കുന്നില്ല. ഈ ആദ്യകാലത്ത് ഇങ്ങനെ മിമിക്രി ഒക്കെ നടക്കുമ്പോൾ എല്ലാ വീട്ടിലും പറഞ്ഞ നീ ഇങ്ങനെ മിമിക്രി കാണിച്ച് നടന്നോ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവര് ആക്ച്വലി പറഞ്ഞതുപോലെ 18 വയസ്സ് അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് തന്നെ ഞാൻ ഇതിലേക്ക് കടന്ന് അത്യാവശ്യം അധ്വാനിച്ച് തുടങ്ങി. പൈസ അതിൽ നിന്നൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. ഞാൻ ഡബിങ് ആർട്ടിസ്റ്റും ജൂനിയർ ആർട്ടിസ്റ്റ് ആയപ്പോൾ ഞാൻ പൈസ ഒന്നും കിട്ടില്ല, ആ സമയത്തൊന്നും കിട്ടില്ല. കാരണം അവസരമാണ്. ഇന്നുള്ളവർക്കല്ല അസോസിയേഷനും കാര്യങ്ങളും പൈസ കിട്ടുന്നത്, അന്ന് അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആങ്കറിങ്ങിലൂടെയും പിന്നെ മിമിക്രിയിലൂടെയൊക്കെ പൈസ സമ്പാദിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കും അറിയില്ല, എനിക്കേ അറിയില്ല ഞാൻ സിനിമയിലെത്തുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, അതൊക്കെ സപ്പോർട്ട് തന്നെയായിരുന്നു വീട്ടിൽ നിന്ന്. ഇനി ഞാൻ അറിയാത്ത മറ്റൊരാളോട് പറഞ്ഞു, ഞാനൊരിക്കൽ പണ്ട് കുറച്ച് സീരിയൽ എടുത്ത പരിപാടിയൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒരു ഹൈവേ ഗാർഡനിൽ ഞാനിരുന്ന സീരിയൽ എഴുതുമ്പോഴത്തേക്ക് എന്നെ താഴെ വിളിച്ചു. ഒരു മിനിറ്റ്, ഏത് സീരിയൽ? ഇതൊക്കെ ഇപ്പോഴാണല്ലോ പുറത്ത് വരണേ. സിനിമ എഴുതിയിട്ടുണ്ട്, ഉത്തരാന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട്. സീരിയൽ ഞാൻ ഊഞ്ഞാലെന്ന് പറഞ്ഞ സീരിയൽ ദൂരദർശനം ചെയ്തു.
ആണോ? അത് കഴിഞ്ഞ് പിന്നെ നടക്കാതെ പോയ സീരിയലുകൾ. അന്നൊക്കെ ആൻഡോ ജോസഫാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അന്നൊക്കെ ആൻഡോയുള്ള ബന്ധത. ആൻഡോ ചേട്ടനായിട്ട് ഇതുപോലെ തന്നെ കേട്ടോ. അന്ന് ഞാൻ ഇങ്ങനെ എഴുതാതിരിക്കുമ്പോഴത്തേക്ക് എന്നെ റിസപ്ഷനിൽ വിളിച്ചിട്ട് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാ വന്നോളാൻ പറഞ്ഞു. വന്നപ്പോഴത്തേക്കും നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഒരു മുഖമാണ്, ജഗതി വേഴ്സസ് ജഗതിക്ക് അവതരിപ്പിക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് ചേട്ടാ സീരിയൽ എഴുതാൻ ഞാൻ എന്നെ മനസ്സിലായത് ഞാൻ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണല്ലോ, ഇവിടെ ഒരാൾ ഇരുന്ന് എഴുതുന്നുണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ്. ഞാൻ പറയുമോ എനിക്കിതൊന്നും അറിയാൻ വയ്യ, എൻ്റെ ഒരാളിങ്ങനെ എഴുതാൻ എഴുതിയിരിക്കുകയാണ്. അതാണ് ജയസൂര്യക്ക് അത് ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല. ഹൈവേ ഗാർഡനിൽ ഒരുപാട് പേരെടുത്ത് അവസരം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. എനിക്ക് തന്നെ അവസരം ഇല്ലായിരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് അതായിരുന്നോ ഊഞ്ഞാൽ? അത് ഊഞ്ഞാലല്ലെന്ന് തോന്നുന്നു, ഞാൻ ഊഞ്ഞാലായി പോയെങ്കിലും. എന്നാലും അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്സിഡൻറ്റ് വാങ്ങിച്ച സമയത്താണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് പിന്നീട് റേഞ്ച് റോവർ വാങ്ങിക്കാതെ ഏറ്റവും നല്ലൊരു വണ്ടിയും വാങ്ങിച്ചേക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നടനായിട്ട് തുടരുകയാണ് ജയസൂര്യ. എന്തായാലും ആട് 3 എന്ന് പറയുന്നത് ഇനിയൊരു വമ്പൻ സംഭവമായിട്ട് മാറും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ മോക്കായിരിക്കും ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. ആട് 3 ഇരുന്ന് കാണും ഇനി. അപ്പോൾ ആ രീതിയിലേക്ക് ആട് 3 വമ്പൻ വിജയമാവട്ടെ. ഇതിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്നു. ഒന്ന് അതിൻ്റെ പ്രൊഡ്യൂസർമാരായ വിജയ് ബാബു ആയാലും വേണു കുന്നപ്പള്ളി, പിന്നെ സുധി കോപ്പ ഇപ്പോഴൊന്ന് വന്നുപോയി വേണ്ടി, പിന്നെ സൈജു കുറുപ്പ്, മിഥുന്, അങ്ങനെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. എനിക്കും വളരെ പ്രിയപ്പെട്ട സിനിമയാണ് ആട് 3. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ ഇനി അടുത്ത വണ്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും കാണും. വണ്ടിയിലേക്ക് നമ്മൾ കാണില്ല. അല്ല അങ്ങനല്ല, അങ്ങനെ പറയരുത്. അപ്പോൾ വളരെ സന്തോഷം ഇത്ര നേരം എനിക്ക് ബൈച്ചേട്ടൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു, നല്ല രസമുള്ള കുറേ കോൺവെർസേഷനും കാര്യങ്ങളും. താങ്ക് യു. ബൈ.